കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ധാക്ക വിമാനത്താവളത്തിൽ വൻ തീപിടുത്തമുണ്ടായി. കാർഗോ ടെർമിനൽ കത്തി നശിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അതായത് കാരണം അജ്ഞാതമാണ് എന്നുള്ളതാണ്. ഇതിന് മുൻപ് പുറത്തു വന്നൊരു വാർത്തയാണ്. ത്രിപുരയിൽ 3 ബംഗ്ലാദേശി പൗരന്മാർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് ഇന്ത്യയുമായി കൊമ്പ് കോർക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇതിനു മുമ്പ് വന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലെ ഹസ്രത്ത് ഷാജഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ ഒരു കാർഗോ ടെർമിനൽ ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഉടനടി നിർത്തിവെച്ചു. വിമാനത്താവള അധികൃതർ പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് 2:30 കാർഗോ സെക്ഷൻ്റെ 8-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. താമസിയാതെ ആകാശത്തേക്ക് കട്ടിയുള്ള പുകപടലങ്ങൾ ഉയരുന്നത് കണ്ടു. തീ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളത് കാണിക്കുന്നതാണ്. যে পানি দিতে কিচ্ছু বলে না, কুলির পানি না। এখান থেকে এয়ারফোর্সের গাড়ির কাছে ওরা হেলিকপ্টার দিয়ে পানি এনে মারতে পারতেছে না। বিস্ফোরণ হয়েছে একটা বেশি হচ্ছে কালোগুলিতে কেমিক্যাল। ആദ്യം 9 അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചതായി ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് വക്താവ് തൽഹ ബിൻ ജാസിം പറഞ്ഞു. ബംഗ്ലാദേശ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ഫയർ സർവീസ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ 2 യൂണിറ്റുകൾ, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിൻ്റെ 2 ടീമുകൾ എന്നിവരും രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും പങ്കുചേർന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ആശ്വാസകരമെന്നാൽ എല്ലാ വിമാനങ്ങളും സുരക്ഷിതമാണ് എന്നുള്ളതാണ്. കാർഗോ ടെർമിനൽ മാത്രമാണ് കത്തി നശിച്ചത് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.